കഴിഞ്ഞ വർഷം വാടി അതു കാലക്കടലിൽ വീണു. പ്രഭാത ഗോപുര നടയിൽ വന്നു നവീന സുന്ദര വർഷം. നവവർഷത്തിന്റെ ജനി നർത്തനശാലയിൽ വന്നു. കനക ചിലങ്ക കെട്ടി കയ്യാൽ താളം കൊട്ടി. ഹാപ്പി 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 ന്യൂ ഇയർ. എന്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ പുതുവത്സരാശംസകൾ. എന്റെ വീട്ടിൽ വിരിഞ്ഞ പൂക്കൾ ഞാൻ എന്റെ കുട്ടികൾക്ക് വേണ്ടിട്ട് കൊണ്ടുതന്നതാ. ഇതൊക്കെയുള്ള എന്റെ വീട്ടിലുള്ള പൂക്കള്. അപ്പം എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ കുഞ്ഞി നാടൻ പൂക്കൾ തന്നിട്ട് ഹാപ്പി ന്യൂ ഇയർ പറയാണ്. എല്ലാ കുഞ്ഞുങ്ങൾക്കും എൻ്റെ കുഞ്ഞുങ്ങളാണ് എല്ലാവരും, എൻ്റെ ഫാമിലിയും പിന്നെ യൂട്യൂബിലെ ഫാമിലിയും എല്ലാ കുട്ടികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ 1000 പൂക്കളാൽ അലങ്കരിച്ച പുതുവത്സരാശംസകൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പൂക്കൾ എന്ത് ചെയ്യാം? നമ്മുടെ പൂക്കുടയിൽ. അപ്പൊ നല്ലൊരു പൂക്കളായില്ലേ? ഹായ്, നമ്മള് പ്രഭാത ഗോപുര നടയിൽ വന്നു നവീന സുന്ദര വർഷം. ഹാപ്പി 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 ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു എൻ്റെ കുട്ടികൾക്കൊക്കെ, എല്ലാവർക്കും, എൻ്റെ മോനും മോൾക്കും, പിന്നെ എന്താ പറയാ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. നമ്മളിതാ ചപ്പാത്തി ചിക്കൻ ഫ്രൈ ആട്ടോ. നമ്മള് ചീഞ്ചട്ടിയിൽ ഇച്ചിരി എടുത്ത് വെച്ചതാട്ടോ. ഉച്ചത്തേക്ക് കൊണ്ടുവന്ന് ഇന്നലെ കൊണ്ടുപോയി വെച്ചിന്. അപ്പം 12 മണിയാകുമ്പോൾ മോന് 2 കഷ്ണം പൊരിച്ച് കൊടുത്ത് പിന്നെ നമ്മള് ഇവിടെ വെച്ചിട്ടുണ്ട്. ഉച്ചക്ക് ഒരു ചെറിയ ബിരിയാണി വെക്കും. അപ്പൊ അതൊക്കെ ഞാൻ വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ പുലരിയിൽ നമ്മൾ ചായ കഴിക്കുന്നത് എൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം. ബാക്കി എല്ലാവരും കാസ്ട്രോളിൽ ഇട്ടിട്ട് അപ്പൊ ഇതിൽ ഉണങ്ങിപ്പോയി. എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ടോ അല്ലെ? ഞങ്ങൾ ഇപ്രാവശ്യം കേക്കൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. ഉണ്ണേട്ടൻ എന്നോട് പറയല്ലേ, 12 മണി കഴിഞ്ഞ പഠനം മോൻ ഈച്ചി വന്ന് മോനുള്ള അത് ഞാൻ അവിടെ ആക്കി വെച്ചിന്. ഉപ്പുമാവും ചിക്കൻ പൊരിച്ചതൊക്കെ ആക്കി വെച്ചിന്. പിന്നെ മോൻ ഈച്ചി വന്ന് വാതിൽ കൊട്ടിട്ട് വെച്ച് ഞങ്ങൾ ഫോണിൽ നോക്കിയിട്ട് ഇങ്ങനെ കിടക്കാം. അപ്പോൾ ഞാൻ ഈച്ചി വന്നു. അപ്പം മോള് വിളിക്കുന്നു ഹാപ്പി ന്യൂ ഇയർ പറയാന്. അങ്ങനെ അവര് പറഞ്ഞു. അത് കഴിഞ്ഞ് ഉണ്ണേട്ടൻ എന്നോട് പറയാം, ഇതിലെ കൂട്ടാന്ന് ഞാൻ കേക്ക് ഉണ്ടാക്കണല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാം, ഇവിടെ അമ്പലത്തിൽ കഠിന പായസം ഉണ്ടായിരുന്നു. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എടുത്തു കൊടുത്തു. വരിന്ന് പറഞ്ഞു. എന്താ അറിയാം, പിന്നെ അമ്പലത്തിലെ പായസം എന്ന് പറഞ്ഞാൽ കഴിക്കില്ല. കാരണം വെച്ചാല് മീനൊക്കെ കുട്ടിയില്ലേ. ഇന്നലെ മീനൊന്നും കിട്ടിയില്ല. എന്താ എന്തോ എനിക്ക് അങ്ങനെ പറയാൻ തോന്നിയില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതെന്താ ഞാൻ പറഞ്ഞു, ഇതൊരു സ്പെഷ്യൽ കേക്കാണ്, സ്പൂണോട് കുരുത്തുന്നുണ്ടോ? വേറെ മുമ്പ് ടീച്ചർ പറഞ്ഞു സ്പൂണോട് കുരുത്തുന്നത്. ഇത് കേക്കല്ലല്ലോ, ഇത് എന്ത് എപ്പോൾ ഉണ്ടാക്കിയതാന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞേ ഇല്ല, അമ്പലത്തിലെ പ്രസാദമാണ്. അപ്പൊ നമ്മള് കഴിക്കണം. ഉച്ചക്ക് കാണാം. ടാറ്റാ, ലവ് യു ഉമ്മ. എന്റെ കുട്ടികൾക്കൊക്കെ ഹൃദയം തന്നെ സ്നേഹം, സന്തോഷം, സമാധാനം ഒക്കെ തന്നുകൊണ്ട് ഞാൻ ഉമ്മിന്റെ അതുകൊണ്ട് ബായ് പറയുന്നില്ല കേട്ടോ. അന്ന് ഫുൾ ഡേ നമ്മൾ വീഡിയോ ആണ്. ഹലോ ഗൈസ്, നമ്മൾ ഉണ്ണിയേട്ടനൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ് ന്യൂ ഇയർ ആയിട്ട്. ഇത് മോള് വാങ്ങിച്ച ഷർട്ടിൽ ഒരു ഷർട്ട് പുതിയതുള്ളതാണ്. മോള് ഒന്നിച്ചൊരു 4-4 മേടിച്ച് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ഒക്കെ ഇട്ടിട്ട് ഒന്നുണ്ട്, മൂപ്പർക്ക് അറിയുന്നില്ല. അപ്പം നമുക്ക് ഇത് ഗിഫ്റ്റായിട്ട് കൊടുക്കാം. അപ്പോൾ എന്താ പറയാന്നുള്ളത് നിങ്ങൾക്ക് കേൾക്കട്ടോ. നല്ലതൊന്നാവില്ല പറയുന്നാലും നമുക്കത് കേൾക്കാൻ രസമല്ലേ. നമ്മളിവിടെ കറണ്ട് ഇപ്പോൾ 10 മണിക്ക് പോകും. അപ്പോൾ നമ്മളിത് ചാർജിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉണ്ണിയേട്ടന് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. പിന്നെ എന്താ പറയുക, ഇന്നലെ ഞാൻ പറഞ്ഞു ഉണ്ണിയേട്ട താടി മുടി കട്ട് ചെയ്ത് വരണം, താടി കറുപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ പറഞ്ഞ് ചൊവ്വാഴ്ച ഒന്നും ചെയ്യൂല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഹാപ്പി ന്യൂ ഇയർ പറയേണ്ട ഉണ്ണിയേട്ടാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറയല്ലേ, അത് ഉച്ചയ്ക്ക് പറയാം. ഉച്ചയ്ക്ക് ഇന്ന് വൈകുന്നേരമൊക്കെ ചെയ്തിട്ട് പറയാത്. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അതിൻ്റെ താടി ഇതെല്ലാം വെള്ളയാക്കിയിട്ട് തലയിൽ മുടിയില്ല. നമുക്ക് പിന്നെ അത്രയൊന്നും നരച്ചില്ല. നമ്മൾ കറുപ്പിക്കില്ല കേട്ടോ. കറുപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നരച്ചു. അപ്പം ഒത്തിരി തട്ടിയൊക്കെ ഉള്ള നരച്ചു മുടി കഴിഞ്ഞാൽ കത്രി എടുത്ത് കട്ട് ചെയ്യാം. അയ്യോ, എന്തോ ഒരു ഭാഗ്യം. ഇപ്പോൾ അമ്മേൻ്റെ തലയൊക്കെ കിട്ടിയതിനെ കൊണ്ടാണ്. അച്ഛനും അമ്മയ്ക്കൊന്നും അത്ര വേഗം നരച്ചില്ല. അതുകൊണ്ട് അങ്ങനെ രക്ഷപ്പെട്ടു പോടുന്നേ. നമ്മളെ ഡെക്സ ബേബി ഇല്ലേ, ഞാൻ നല്ല ചുരിദാർ എന്തിനാ ഇട്ടതെന്ന് വിചാരിച്ചിട്ടാണ് നോക്കിക്കണേ. ഈ ചുരിദാർ കുറച്ച് പിന്നെയുണ്ട്. അപ്പോൾ ഇനി ഇത് എവിടെയും പോകുമ്പോൾ ഒന്നും ഇടാൻ പറ്റൂല. അപ്പം ഇന്നൊരു പുതുവർഷമൊക്കെ അല്ലേ, ഞാൻ കളർഫുൾ ഇട്ടത്. അപ്പം തൊട്ട് എൻ്റെ വയ്യ നടക്കുക. അമ്മ ടാറ്റ പോട്ടെ.
ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞാണ് എല്ലാവർക്കും. ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞാണ് രക്ഷ ബേബി. ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ. പപ്പനെ വെയിറ്റ് ചെയ്തിരിക്കുകയല്ല മോനെ നമ്മൾ രണ്ടാളും. പപ്പ പറയുന്ന കോമഡി നമുക്ക് കേൾക്കാം. ഹലോ ഗൈസ്, വരുന്നുണ്ട്, നമുക്ക് കൊടുക്കാം. ഉണ്ണിതാ ഇങ്ങോട്ട് കയറി, ഇങ്ങോട്ട് ഒരു ഗിഫ്റ്റ് ഉണ്ട്. വാ വാ, നീ കറണ്ട് പോകുന്നു. അത് കഴിക്കേ, അത് നോക്ക് എന്താന്ന്. ഇനി ആ ഷർട്ട് ഇട്ട് നമുക്ക് ഒരു ഹാപ്പി ന്യൂ ഇയർ പറയണം. താടി പൊടിയൊക്കെ വെട്ടി കളർ ചെയ്തിട്ട് രാത്രി ഹാപ്പി ന്യൂ ഇയർ പറയാന്ന് പറഞ്ഞ മനുഷ്യനാണ്. ഹാപ്പി ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ഇതാണ് നമ്മളെ ഉണ്ണിയേട്ടൻ. ഹാപ്പി ന്യൂ ഇയർ അങ്ങോട്ട് പറഞ്ഞോടി. ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹലോ, നമ്മളൊരു കുഞ്ഞ് ബിരിയാണി വെക്കാണേ. ചിക്കൻ കുറച്ച് പൊരിച്ച് വെച്ചതാണ്, എന്നിട്ട് ഇതിലിടാറാണ് കുറച്ച്. അപ്പം നമ്മളെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കൻ ആവുന്നേ ഉള്ളൂ. ഹലോ ഗൈസ്, നമുക്കങ്ങനെ ദമ്മിടാം. ചൂട് കൊണ്ടിട്ട് ഇതിൻ്റെ മുഖം കാണുന്നില്ല. അടുത്തത് സെറ്റ് ചെയ്ത് നമുക്ക് ചോറിട്ട് കൊടുക്കാം. ഹലോ, അപ്പോൾ നമ്മളെ ബിരിയാണി ഇവിടെ ആയി. ദമ്മിനിട്ടാണ്. നമുക്കൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വെയിറ്റ് വെച്ചിട്ട് സിമ്മിലിടാം. സിമ്മിലല്ലേ? സിമ്മിലാണ്. അപ്പോൾ നമ്മൾ ഉപ്പും പാത്രമൊക്കെ നമുക്ക് മൂടി വെക്കാം. ബായ് പറയുന്നില്ല. ഹലോ ഗൈസ്, ചോറ് തിന്ന് ഞങ്ങൾ തിന്നണതിൻ്റെ മുന്നേ ഒരു വെച്ചപ്പോൾ ഞങ്ങൾക്ക് ചോറ് കഴിഞ്ഞില്ല. അമ്മായി അത് തിന്നണം. ബിരിയാണി അങ്ങനെ കേട്ടാ. ഇതിൽ കേട്ടില്ല. സൂപ്പർ പവർ. ഡെക്സ ബേബി ചോറ് അങ്ങനെ കഴിച്ചില്ല. ഉർവശീന്റെ പടം. അപ്പൊ നമ്മൾ ഉണ്ണിയായിട്ടും ചോറിങ്ങനെ വെള്ളത്തിയ നമ്മൾ ചോറിന്ന്. ബിരിയാണി അടിപൊളി കേട്ടോ. ഞാൻ വെച്ചതോട് പറയല്ല, ഞാൻ വെക്കണ വീഡിയോ ഒന്നും എടുത്തില്ല. എപ്പോഴും ബിരിയാണി വെക്കണം, എന്തെടുക്കാൻ എല്ലാവർക്കും അറിയാം ബിരിയാണി എങ്ങനെയാ വെക്കാന്ന്. നമ്മൾ കുറച്ച് ബിരിയാണി വെച്ച് കുറച്ച് എല്ലാവരും എടുത്ത് ബായ്. ഇത്തിരി ഏട്ടൻ്റെ വീട്ടിലേക്ക് കൊടുത്ത്, ഇത്തിരി മറ്റേ ഏട്ടൻ്റെ മോളെ വീട്ടിലേക്ക് നിക്കുമോന് കൊടുത്ത്, ഇത്തിരി മേമയ്ക്ക് എടുത്ത് വെച്ച് ഞങ്ങൾ തിന്ന് ഉച്ചത്തോടു കൂടി കലാസ്. ബായ്. ഇനി ഗുഡ് നൈറ്റ് വീഡിയോയിൽ വരട്ടോ. ഇന്ന് ന്യൂ ഇയർ അല്ലേ, അപ്പൊ നമ്മള് ഗുഡ് നൈറ്റ് വരെ വരണം എന്നാണ്. അല്ലോ ഉണ്ണിയേട്ടാ? ബിരിയാണി ഇഷ്ടമില്ലാത്ത ആളാണ് കേട്ടോ. പക്ഷെ എപ്പോഴെങ്കിലും കഴിച്ചെടുത്താ തിന്നല്ലോ ഉണ്ണിയേട്ടാ അല്ലേ? ഇന്ന് പിന്നെ ഉണ്ണിയേട്ടൻ അറിയാതെയാണ് ഈ ബിരിയാണി. അതുകൊണ്ടാണ് ഉണ്ണിയേട്ടാ. ഹലോ ഗൈസ്, നമുക്ക് കേക്ക് കിട്ടിട്ടോ. അല്ലല്ലോ ഉണ്ടാക്കണ്ടാറുണ്ടോ? ഞാൻ ഉണ്ടാക്കാൻ. അതാണ് ഓൻ പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, എനിക്ക് വേണ്ടാറിട്ടല്ലേ ഞാൻ ഉണ്ടാക്കാൻ. എന്നാലും കേക്ക് കിട്ടിയപ്പോ ഉണ്ട്. ഹലോ ഗൈസ്, നമ്മളെ അമ്മായി ഇതവിടെ ഇരിക്കണ ക്ഷീണിത പരിധയാണെന്നാണ് പറയുന്നത്. വൈകുന്നേരം ആയപ്പത്തിന് നമ്മളെ ഡെക്സ ബേബി ഇതവിടെ ഇരിക്കണ. ഡെക്സ ബേബിന്റെ രാവിലത്തെ ചപ്പാത്തി ഇതൊക്കെ കിടന്നുറങ്ങണം. ഇന്ന് ബിരിയാണി ആയിട്ട് തിന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ഒന്ന് പറഞ്ഞാലേ കാക്കെത്തിയ. അമ്മായിക്ക് കുറേ സാരി ഉണ്ട് ഗൈസ്. അമ്മായി 2 സാരി എടുക്കും, തിരുമ്പ് ആറിടുന്നതാണ് അമ്മായിന്റെ പരിപാടി. അപ്പൊ നമ്മളെ മോൻ ഇത് ഇറങ്ങി വരണ. ഒന്ന് ഉറക്കം പറയില്ല. ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു. നമുക്ക് ഇന്ന് അക്ഷയശ്രീയില് നമ്മളെ നികിമോന്റെ അമ്മ കേക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് കേക്ക് കൊണ്ടു തന്നെ. നമ്മൾ കേക്ക് ഇവിടെ ഉണ്ടാക്കാഞ്ഞപ്പം കേക്കിനൊരു ആക്രാന്തം എൻ്റെ കുഞ്ഞ് ഉണ്ടാക്കണ്ട പറഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാക്കാണ്ടിരുന്നത്. അപ്പോൾ ചെക്കനൊരു ഇഷ്ടം. അങ്ങനെ തിന്നുന്ന രസം അല്ലേ? ഇല്ലേ, നമ്മൾ കേക്ക് ഉണ്ടാക്കുക, നമ്മളെല്ലാവർക്കും വിതരണം ചെയ്തതാണ് നമ്മളെ പരിപാടി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇനിയിപ്പോൾ ഇത് കൊണ്ടുവരുന്നുണ്ടപ്പോൾ പഴന്നൂർക്ക് പൊരിക്കൊന്നും വേണ്ടല്ലേ? ഇനി അമ്മ ഒരു പരിപാടി ഒന്നും വേണ്ട. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്താൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും എന്താ പറഞ്ഞോടി. അപ്പോൾ ഇനി രസം ചായ കുടിച്ച് സുബൈക്ക്
അമ്മായി ഇനി ചായന്റെ വെള്ളം കുടിച്ച് സുബൈക്ക് അങ്ങോട്ട് വീഴുന്നാ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞത് പറയാൻ പറഞ്ഞപ്പോൾ സുബൈക്ക് ഉറങ്ങാൻ പോകുമെന്ന് പറഞ്ഞ്. അപ്പം നമ്മളെ വീഡിയോ ന്യൂ ഇയർ ആയിട്ട് വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, പിന്നെ സ്വീറ്റ് ഡ്രീംസ്, ലവ് യു ഉമ്മയൊക്കെ പറയുന്നുണ്ട്. സമയം ഇപ്പം അതിനകത്തൊന്നും ആയില്ല, സമയം 6:50 ആയിട്ടുള്ളൂ. അപ്പം ഈ വീഡിയോ ഇവിടെ നിർത്തണം കേട്ടോ. നമുക്ക് ഇനി ഓടിപ്പോയി ഒന്ന് കഥയും കൂടി പറയാണ്ട്. കുട്ടി ഹലോ ഗൈസ്, അപ്പം നമ്മൾ രാത്രി എൻ്റെ മോൻ ഷവർമ കൊണ്ടുവന്ന് നമ്മളെ ബിരിയാണിക്ക് ഉച്ചക്കന്നെ കലാശക്കൊക്കെ ആയില്ലേ. അപ്പോൾ അണക്ക് കഴിക്കാത്തിരി ഉണ്ടടാ. അപ്പോൾ നമുക്കിത് കഴിച്ചാലോ? ഓക്കെ. ഹലോ ഗൈസ്, അത് ചെക്കൻ കണ്ടില്ലടാ വാങ്ങണേ. എനിക്കതറിയുണ്ട്. സാറിന് കുഴപ്പമില്ല, ബിരിയാണി കൊടുത്തു. ഹലോ ഗൈസ്, നമ്മളിതാ ഷവർമയിൽ തട്ടുന്നു. തട്ടിമ്പൂരത്തുണ്ടൊരു മാലാക, എപ്പോഴും കളിതുള്ളും മാലാക. എൻ്റെ മോൻ എനിക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഷവർമ. ഇന്ന് ന്യൂ ഇയർ ആയിട്ട് കൊണ്ടുതന്ന്. താങ്ക് യു വാവേ, താങ്ക് യു, വെൽക്കം. ബിരിയാണി ഒന്നുമില്ല. അപ്പോൾ എനിക്ക് കുബൂസ് ഒന്നും വരാം. എനിക്ക് കഴിക്കാണ്ടടാ ബിരിയാണി രസം. അപ്പോൾ നമുക്ക് ഇന്ന് ഇതും കൂടി ഇതിൽ ഏഡ് ചെയ്താൽ നമ്മളെ ന്യൂ ഇയർ പൊള്ളിക്കും. ഉപ്പൊളിക്കും. ഇരുട്ടത്തായിപ്പോയി നമ്മൾ ഇരിക്കുന്നത്. മയോണീസ്. ഒഴിക്കാം. ഇത് തിന്നണ തിരക്കാം. വിളിച്ചിനി വിളക്കത്തിക്കാൻ പോണ സമയത്ത്. അപ്പൊ ഞാൻ വിളക്കത്തിച്ച് വിളിക്കാച്ച. അപ്പൊ ഞാൻ ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് വിളിക്കാതെ. അപ്പൊ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരാണ്ട്, ഇതും കൂടി ഇടാണ്ട്. അപ്പൊ നമ്മൾ ഷവർമ ഞാനിന്ന് ഉച്ചക്ക് ബിരിയാണി തിന്നിടാൻ പറ്റില്ല. അപ്പൊ ഇന്നത്തെ ഞങ്ങളെ നൈറ്റിലെ ഭക്ഷണം കേട്ടോ അത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഷവർമയും ബ്രോസ്റ്റഡും. പുറത്തത്തെ ഈ ഷവർമ ഇഷ്ടം. അതെന്ത് എന്താ പറഞ്ഞ? എനിക്ക് കാബേജ് ഇട്ടതാണ് ഇഷ്ടം. പണ്ടത്തെ ഷവർമ ഇപ്പത്തേക്ക് ഇഷ്ടമല്ല. അപ്പൊ എന്റെ വീഡിയോ ഉണ്ടോ ഈ രാവിലത്തെ ന്യൂ ഇയറിന്റെ? ഒരു ലൈക്ക് ഇടടാ. എന്റെ കുട്ടീനോട് വരെ ഞാൻ ലൈക്കിന് കണ്ടു. മതപരിഷ്കാരത്തെ കുറിച്ച് നിങ്ങൾ ഗൗരവമായി ചില ആലോചനകൾ ചെയ്തു വരുന്നുണ്ടെന്ന് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയാണ്, അനുവദിക്കുന്നു സംസ്കൃത ബുദ്ധികൾക്കെല്ലാം സ്വീകാര്യവും മനുഷ്യരെ ഉത്തമമായ ഒരു ആദർശത്തിലേക്ക് നയിക്കുന്നതും ആയിരിക്കും. അത് എങ്ങനെയുള്ളതായിരിക്കണം എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സനാതന ധർമ്മം അങ്ങനെയുള്ള ഒരു മതമാണ്. കിട്ടുന്ന കാശ് കൊടുക്കണോ കുടിച്ചു നശിപ്പിക്കുക. സർക്കാർ ജോലിയാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ വീട്ടിൽ താമസിക്കാൻ സൗകര്യമില്ലാത്തവരുണ്ടെങ്കിൽ അവർ മാറി താമസിച്ചോട്ടെ, നോ പ്രോബ്ലം. ഞാനെന്തായാലും ഇവിടുന്ന് മാറി താമസിക്കാൻ തീരുമാനിച്ചിട്ടില്ല. പിന്നെ എന്റെ അച്ഛൻ പറയുന്നത് ഞാൻ ഡെയിലി വെള്ളം എന്നെ പോലുള്ള ഒരു കാശിനെ അച്ഛനെ പോലെ വയസ്സാണ്.